അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും വിശ്വാസത്തോടെ അതുപോലെ തന്നെ പ്രതിഫലേച്ഛയോടെയും റമളാനിൽ നോമ്പനുഷ്ഠിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളിൽ നിന്ന് പൊറുക്കപ്പെടുന്നതാണ്. അപ്പോൾ നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഫലേച്ഛയോടുകൂടി പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് അതുപോലെ തന്നെ വളരെയധികം വിശ്വാസത്തോടു കൂടിയും എടുക്കേണ്ട ഒരു കർമ്മമാണ്. നേരെ മറിച്ച് വിശ്വാസവുമില്ല പ്രതിഫലേച്ഛയുമില്ല എങ്കിൽ അതൊരു പട്ടിണി കിടക്കലായി മാറും എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. എല്ലാവരും നോമ്പെടുക്കുന്നു, ഞാനും നോമ്പെടുക്കുന്നു, വീട്ടിലെ ഭക്ഷണമൊന്നും ഉണ്ടാക്കുന്നില്ല, അങ്ങനെ ഞാനും നോമ്പെടുത്തു. അങ്ങനെ ആവരുത്. നോമ്പെടുക്കുമ്പോൾ അതിന് പ്രതിഫലം ലഭിക്കുമെന്നുള്ള ദൃഢനിശ്ചയം വേണം. അതുപോലെ തന്നെ നല്ല ഈമാനും വേണം. വിശ്വാസത്തിൻ്റെ പിൻഫലമാണ് റമദാനിൻ്റെ നോമ്പിൻ്റെ ശക്തി. അതുപോലെ തന്നെ ഇനി നോമ്പ് തുറക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് പല പ്രാർത്ഥനകളുമുണ്ട്. ഒരു പ്രാർത്ഥന ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇത് മറ്റൊരു പ്രാർത്ഥനയാണ്, ഇതും ചൊല്ലാവുന്നതാണ്. ദഹബൽ ലമഉ വബുത്തല്ലത്തിൽ ഖുറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ അർത്ഥം ദാഹം ശമിച്ചു, നാഡി ഞരമ്പുകൾ നനഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ പ്രതിഫലം സ്ഥിരപ്പെട്ടു. ദഹബൽ ലമഉ ദാഹം ശമിച്ചു, വബുത്തല്ലത്തിൽ ഖുറൂഖു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഡീ ഞരമ്പുകളൊക്കെ നനഞ്ഞു, അതുപോലെ തന്നെ പ്രതിഫലം സ്ഥിരപ്പെട്ടു. വസബത്തൽ അജ്റു പ്രതിഫലം സ്ഥിരപ്പെട്ടു ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ അർത്ഥവും മനസ്സിലായി. ഈ ദുആയും നിങ്ങൾക്ക് നോമ്പ് തുറക്കുമ്പോൾ ചൊല്ലാവുന്നതാണ്. ഇനി നമ്മളെ പലരും നോമ്പ് തുറപ്പിക്കാറുണ്ട്. ഭക്ഷണം കഴിച്ച് അങ്ങനെ അങ്ങ് പോയാൽ പോരാ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അങ്ങനെ നോമ്പ് തുറപ്പിച്ച ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അഫ്തറ ഇൻദകുമുസ്സായിമൂന വ അകല ത്വആമകുമുൽ അബ്റാറു വസല്ലത്ത് അലൈക്കുമുൽ മലായിക. നോമ്പുകാർ നിങ്ങളുടെ അടുത്ത് നോമ്പ് തുറന്നു, പുണ്യവാന്മാർ നിങ്ങളുടെ ഭക്ഷണം കഴിക്കുകയും ചെയ്തു, മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി